ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക്. ഇവിടെ നമ്മൾ പുതിയ സെക്ഷൻ തുടങ്ങുകയാണ്. ഫോർത്ത് സെമസ്റ്ററിലെ എലക്റ്റീവ് പേപ്പറായിട്ടുള്ള ഗ്രാഫ് തിയറിയാണ് നമ്മൾ ഈ വീഡിയോ മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ആയിട്ടുള്ളത് ഗ്രാഫ് തിയറി വിത്ത് അപ്ലിക്കേഷൻസ് എന്നതാണ്. ജെ ബോണ്ടി ആൻഡ് USR മൂർത്തി എന്ന 2 ഓതേഴ്സിൻ്റെ ടെക്സ്റ്റ്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ഗ്രാഫ് തിയറിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗ്രാഫ് എന്താണെന്നുള്ളതാണ്. ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: എ ഗ്രാഫ് G ഈസ് ആൻ ഓർഡേർഡ് ട്രിപ്പിൾ V of G, E of G and psi G consisting of a non-empty set V of G of vertices, a set E of G, disjoint form of V of G of edges, and an incident function psi G that associates with each edges of G on unordered pair of vertices of G. ഒരു ഗ്രാഫിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷനാണിത്. ഗ്രാഫ് G എന്നത് ഒരു ഓർഡേർഡ് ട്രിപ്പിളാണ്. അതായത് ഗ്രാഫിനെ ഡിനോട്ട് ചെയ്യുക G എന്നാണ്. അതിലെന്തൊക്കെ ഉണ്ടായിരിക്കും നോക്കുക. ആ ഓർഡർ ട്രിപ്പിളിൽ ഫസ്റ്റ് V of G എന്ന ഒരു സെറ്റായിരിക്കും. അതിനെ വെർട്ടസസ് എന്നാണ് പറയുക, അതായത് വെർട്ടിസസിൻ്റെ സെറ്റ്. നെക്സ്റ്റ് E of G എന്നത് എഡ്ജസിൻ്റെ സെറ്റായിരിക്കും. അത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതായത് V of G എന്നതും E of G എന്നതും ഡിസ്റ്റിങ്ക്റ്റ് സെറ്റായിരിക്കും. V of G എന്നത് വെർട്ടിസസിൻ്റെ സെറ്റും E of G എന്നത് എഡ്ജസിൻ്റെ സെറ്റും ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഇൻസിഡൻറ്റ് ഫംഗ്ഷനും ഉണ്ടായിരിക്കും, psi G. ഒന്നുമില്ല, ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് കുറച്ച് വെർട്ടിസസിൻ്റെയും അതുപോലെ തന്നെ അവ കണക്ട് ചെയ്യുന്ന കണക്ഷൻസ്, അതിന് പറയുന്ന പേരാണ് എഡ്ജസ്. അപ്പോൾ ഇത് വെർട്ടിസസ് ആൻഡ് ഇത് എഡ്ജ്. ഓക്കെ, പിന്നൊരു ഇൻസിഡൻറ്റ് ഫംഗ്ഷൻ psi G ഉണ്ടാവും, that associated with each edges of G on unordered pair of vertices of G. ദാറ്റ് ഈസ് ഇവിടെ psi G of E എന്ന് പറയുന്നത് ഈനെ ഏത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്, ഏതൊക്കെ വെർട്ടിക്സസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ്? V1ഉം V2. അതായത് ഈൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത് V1ഉം V2 ആണ്. ഓക്കെ, അതാണ് psi G എന്നുള്ള ഫംഗ്ഷൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഗ്രാഫ് എന്നതിൻ്റെ ഡെഫിനിഷൻ. എന്താണ് ഒരു ഗ്രാഫ് എന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു നോട്ട് നോക്കാം. നോക്കുക. ഇഫ് E ഈസ് ആൻ എഡ്ജ് ആൻഡ് UV are vertices such that psi G of E is equal to UV, then E is said to join U and V. The vertices U and V are called the ends of E. അതായത് E എന്നത് ഒരു എഡ്ജാണ്, യുവും V എന്നതുള്ളത് 2 വെർട്ടിസസ് ആണ്. സച്ച് ദാറ്റ് അവ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ psi G of E എന്നത് UV ആണ്. ദെൻ E is said to join U and V. അതായത് psi G of E is equal to UV എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ യുവും വിയും 2 വെർട്ടിസസ് ആണ്. അവ തമ്മിൽ E എന്ന എഡ്ജ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, U and V എന്ന 2 വെർട്ടിസസുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള കണക്ഷനാണ് എഡ്ജ്. അപ്പോൾ psi G of E is equal to UV എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. U എന്നുള്ള ഒരു വെർട്ടിസസും V എന്നുള്ള ഒരു വെർട്ടിസസും E എന്ന എഡ്ജ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ E എന്ന എഡ്ജിൻ്റെ എൻസ് ആണ് എന്ത്, യുയും വിയും. ഓക്കെ, അപ്പോൾ psi G of E എന്നത് UV ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, E എന്ന എഡ്ജിൻ്റെ എൻ പോയിൻറ്റ്സ് യുവും വിയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മളൊരു ഗ്രാഫിന് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇതാണ്: ഗ്രാഫ് G is equal to ordered triple V of G, E of G, psi of G
വേർ വി ഓഫ് ജി ഈസ് ഈക്വൽ ടു, അതായത് വെർട്ടിസസിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് V1 V2 V3 V4 V5. ഓക്കെ, പിന്നെ എഡ്ജസിൻ്റെ സെറ്റ് ദാറ്റ് ഈസ് ഇ ഓഫ് ജി ഈസ് ഈക്വൽ ടു E1 E2 E3 E4 E5 E6 E7 E8. ഓക്കെ, ആൻഡ് psi g ഈസ് ഡിഫൈൻഡ് ബൈ psi g of E1 is equal to V1 V2, psi g of E2 is equal to V2 V3, psi g of E3 is equal to V3 V3, and psi g of E4 is equal to V3 V4, and psi g of E5 is equal to V2 V4, psi g of E6 is equal to V4 V5, and psi g of E7 is equal to V2 V5, and psi g of E8 is equal to V2 V5. Okay. psi g എന്നുള്ള ഈ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് psi g ഓഫ് E1 is equal to V1 V2 എന്ന് പറഞ്ഞാൽ എന്താണ്, V1 V2 എന്നുള്ള രണ്ട് വെർട്ടിസസ് ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് E1 എന്ന് പറയുന്നത് എന്താണ്, അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എഡ്ജാണ്. സോ E1 എന്ന് പറയുന്നത് V1ഉം V2ഉം കണക്ട് ചെയ്യുന്ന എഡ്ജാണ്. അങ്ങനെ നമുക്ക് ഈ ഗ്രാഫ് എന്ത് ചെയ്യാം, വരച്ച് നോക്കാം. ഈ ഗ്രാഫ് എങ്ങനെ വരക്കാമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വെർട്ടെക്സ് സെറ്റാണ് വരക്കേണ്ടത്. അതായത് 5 വെർട്ടെക്സ് നമുക്ക് തോന്നിയ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. സോ ഞാനിവിടെ V1 V2 V3 V4 V5 അങ്ങനെ 5 വെർട്ടിസസ് എടുത്തു. അപ്പോൾ നമ്മൾ 5 വെർട്ടിസസിനെ നമ്മളിവിടെ ഡിനോട്ട് ചെയ്തു. സോ വെർട്ടിസസ് സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എഡ്ജസിനെയാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. സോ E1 E2 E3 E4 E5 E6 E7 E8 വരെ നമ്മൾ ഇതിൽ ഡിനോട്ട് ചെയ്യണം. സോ അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ നോക്കുക. E1 എന്ന് പറയുന്നത് ഏതൊക്കെ കണക്ട് ചെയ്താലാണ് കിട്ടുക, V1ഉം V2. സോ V1ഉം V2 ഞാനിവിടെ കണക്ട് ചെയ്യാണ്. അത് പറയുന്നത് എന്താണ്, E1 ആണ്. ഓക്കെ, സോ ഇതാണ് E1 എന്നുള്ള എഡ്ജ്. നെക്സ്റ്റ് നമുക്ക് E2 നോക്കാം. E2 എന്ന് പറയുന്നത് എന്താണ്, V2ഉം V3യും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കണക്ട് ചെയ്യണമെന്നൊന്നുമില്ല. ദാറ്റ് ഈസ് V2ഉം V3യും കണക്ട് ചെയ്യുക, നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇതാണ് എന്ത്, E2 എന്നുള്ള എഡ്ജ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് V3 കണക്ട് ചെയ്യുന്നതാണ് E3. ശ്രദ്ധിക്കുക, psi E3 എന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആണ്. ദാറ്റ് ഈസ് രണ്ടും എന്താണ്, V3 ആണ്. അതായത് V3യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് V3യിൽ തന്നെ എൻഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, E3 എന്നുള്ള എഡ്ജ് എന്ന് പറയുന്നത്. സോ അതെങ്ങനെ വരക്കും, E3യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് E3യിൽ തന്നെ എൻഡ് ചെയ്യുക, അതാണ് എന്ത്, E3 എന്നുള്ള എഡ്ജ്. അപ്പോൾ E3 എന്നുള്ള എഡ്ജിൻ്റെ എൻഡ് പോയിൻറ്റ് എന്താണ്, രണ്ട് എൻഡ് പോയിൻറ്റ്സും V3 എന്നുള്ളതാണ്. ഓക്കെ, രണ്ട് വെർട്ടെക്സ് രണ്ടും എന്താണ്, V3 എന്നുള്ള വെർട്ടെക്സ് ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ ലൂപ്പ് എന്നാണ് പറയുക. അതായത് സെയിം വെർട്ടെക്സായി വരുന്ന, ദാറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും സെയിം ആയി വരുന്ന എഡ്ജിനെയാണ് ലൂപ്പ് എന്ന് പറയാം. ഓക്കെ, ഞാൻ പിന്നെ ഡെഫിനിഷനോടെ പറയാം. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. E4 എന്നുള്ള എഡ്ജ് എന്താണ്, V3യും V4ഉം തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ത്, E4. ഓക്കെ, നെക്സ്റ്റ് E5 എന്ന് പറയുന്നത് V2ഉം V4ഉം കണക്ട് ചെയ്യുന്നതിനെയാണ് എന്ത്, E5 എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് E6 പറയുന്നത് V4ഉം V5ഉം. ഓക്കെ, ഇത് E6. ആൻഡ് നെക്സ്റ്റ് E7ഉം അതേപോലെ E8ഉം നോക്കുക, രണ്ടും V2 V5 ആണ്. അതായത് രണ്ടും എന്താണ്, V2ഉം V5ഉം ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതായത് ഇതെന്ന് പറയുന്നത് E7 ആണെങ്കിൽ വീണ്ടും ഇത് കണക്ട് ചെയ്യുമ്പോൾ E8 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് വരക്കുക. അതായത് V2ഉം V5ഉം കണക്ട് ചെയ്യുമ്പോൾ E7 എന്നുള്ളതും കിട്ടും, അതേപോലെ E8 എന്നുള്ളതും കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഗ്രാഫ് വരയ്ക്കുക. പിന്നെ ശ്രദ്ധിക്കുക, ഈ ഫിഗർ എന്താവണം എന്നില്ല, യൂണീക്ക് ആവണം എന്നില്ല. അതായത് നമ്മളിപ്പോൾ ഈ രീതിയിൽ വരച്ചു, വേണമെങ്കിൽ നമുക്ക് പല രീതിയിലും ഇത് വരക്കാൻ പറ്റും. അതായത് ഷേപ്പ് മാറുന്നുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ V4ഉം V5ഉം കണക്ട് ചെയ്യുന്ന E6 നമ്മൾ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്.
നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വന്നിട്ട് കണക്ട് ചെയ്യാമായിരുന്നു. ഇതിനെയും E6 എന്ന് തന്നെ പറയാം, അതായത് V4ഉം V5ഉം കണക്ട് ചെയ്യുന്നത്. സോ എന്താണ്, ഈ ഗ്രാഫ് എല്ലാവർക്കും ഒരുപോലെ യുണീക്കായി കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിനെ നമുക്ക് മറ്റൊരു രീതിയിൽ വരക്കാം. ഈ ഗ്രാഫ് തന്നെയാണ് ഇത്, അതായത് യുണീക്ക് ഫിഗർ ആവണമെന്നില്ല. അതായത് നമ്മൾ വെർട്ടെക്സ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ഫിഗർ കിട്ടുക. ഓക്കെ, നോക്കുക, ഈ ഗ്രാഫ് തന്നെയാണോ നോക്കാം. V1ഉം V2ഉം കണക്ട് ചെയ്യുന്നതാണ് E1, ആൻഡ് V2ഉം V3യും കണക്ട് ചെയ്യുന്നതാണ് V2ഉം V3യും കണക്ട് ചെയ്യുന്നതാണ് E2, ആൻഡ് V3യും V3യും കണക്ട് ചെയ്യുന്നതാണ് E3. അതേപോലെ V3യും V4ഉം കണക്ട് ചെയ്യുന്നതാണ് E4 അല്ലേ? എല്ലാം അതേപോലെ തന്നെയല്ലേ? സോ ഈ ഗ്രാഫ് നമ്മൾ നേരത്തെ വരച്ച ഈ ഗ്രാഫ് ഈ ഗ്രാഫിൻ്റെ അതേ ഗ്രാഫ് തന്നെയാണ് ഇത്, പക്ഷെ എന്താണ്, യൂണീക്ക് അല്ല. ഓക്കെ, ഇവിടെ നോക്കാം, സൈജി ഓഫ് E3 എന്ന് പറയുന്നത് എന്താണ്, V3 എന്നാണ്. അതായത് അതിന് നമ്മൾ എന്ത് പറയും, ലൂപ്പ് എന്ന് പറയും. ഓക്കെ, ആൻഡ് എഡ്ജ് വിത്ത് ഐഡൻറ്റിക്കൽ എൻഡ്സ്, ദാറ്റ് ഈസ് സെയിം എൻഡ്സ് ഉള്ള എഡ്ജിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയാം. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഇവിടെ E3 എന്നത് ഒരു ലൂപ്പാണ്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി വരുന്ന എല്ലാ എഡ്ജിനെയും ലിങ്ക്സ് എന്നാണ് പറയാം. ദാറ്റ് ഈസ് ആൻ എഡ്ജ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് എൻഡ് കാൾഡ് ലിങ്ക്. എക്സാമ്പിളായിട്ട് E4 ഒരു ലിങ്കാണ്. കാരണം E4 എന്ന് പറയുന്നത് കണക്ട് ചെയ്തിട്ടുള്ള എന്താണ്, V3 V4 എന്നുള്ള രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വെർട്ടിക്സസ് ആണ്. ഓക്കെ, അപ്പം ഈ ഗ്രാഫിലുള്ള E3 മാത്രമാണ് ലൂപ്പ് ഉള്ളത്, ബാക്കി എല്ലാ എൻഡ്സും എന്താണ്, ലിങ്ക്സ് ആണ്. ഓക്കെ, അതായത് E1 E2 E4 E5 E6 E7 8 ഒക്കെ എന്താണ്, ലിങ്ക്സ് ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിലേക്ക് പോവാലോ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് ട്രിവിയൽ ഗ്രാഫ് എന്ന് നോക്കാം. എ ഗ്രാഫ് വിത്ത് ഓൺലി വൺ വെർട്ടെക്സ് ഈസ് കോൾഡ് ട്രിവിയൽ ഗ്രാഫ്. ഒരു സിംഗിൾ വെർട്ടെക്സ് മാത്രമുള്ള ഗ്രാഫിനെയാണ് ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വെർട്ടെക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് V. ഇതെന്താണ്, ഒരു ഗ്രാഫാണ്, ആൻഡ് മാത്രമല്ല ഇതെന്താണ്, ഒരു ട്രിവിയൽ ഗ്രാഫാണ്. കാരണം ഇവിടെ എന്താണ്, ഒരു സിംഗിൾ വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, മാത്രമല്ല ഇതിനെന്തുണ്ടാവില്ല, എഡ്ജ് ഉണ്ടാവില്ല. കാരണം എഡ്ജസ് ഉണ്ടാവണമെങ്കിൽ മിനിമം 2 വെർട്ടെക്സ് എങ്കിലും വേണം. കാരണം 2 വെർട്ടെക്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് എഡ്ജ് എക്സിസ്റ്റ് ചെയ്യുക. സോ എഡ്ജ് ഇല്ലാതെ എന്ത് ഉണ്ടാവും, ഗ്രാഫ് ഉണ്ടാവും. പക്ഷെ വെർട്ടെക്സ് ഇല്ലാതെ ഗ്രാഫ് ഉണ്ടാവില്ല. സോ ഒരു വെർട്ടെക്സ് ഉള്ള ഗ്രാഫിനെയാണ് നമ്മൾ ട്രിവിയൽ ഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണ് നോൺ ട്രിവിയൽ ഗ്രാഫ് എന്നാണ്. എ ഗ്രാഫ് വിത്ത് മോർ ദാൻ 1 വെർട്ടെക്സ് ഈസ് കോൾഡ് എന്താണ്, നോൺ ട്രിവിയൽ ഗ്രാഫ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ V1 V2 V3 എന്നുള്ള 3 വെർട്ടെക്സ് ഉണ്ട്. ഇതെന്താണ്, ഇവിടെ ഇത് കണക്ട് ചെയ്ത് ഒരു E1 എന്നുള്ള എഡ്ജും ഇത് കണക്ട് ചെയ്ത് ഒരു E2 എന്നുള്ള എഡ്ജും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ദെൻ ഇതെന്താണ്, ഒരു നോൺ ട്രിവിയൽ ഗ്രാഫാണ്. കാരണം ഇവിടെ 3 വെർട്ടെക്സ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ വെർട്ടെക്സ്, 2 വെർട്ടെക്സ് ഉണ്ടായാൽ തന്നെ എന്താണ്, അത് നോൺ ട്രിവിയൽ ഗ്രാഫാണ്. ഇവിടെ 3 വെർട്ടെക്സ് ഉണ്ട്. സോ ഇതൊരു നോൺ ട്രിവിയൽ ഗ്രാഫിന് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് 2 ഇമ്പോർട്ടൻറ്റ് നൊട്ടേഷൻസ് ആണ് പറയാൻ പോകുന്നത്. നോക്കുക, സ്മോൾ ലെറ്റർ V ഓഫ് G നമ്മളൊരു ഗ്രാഫിലെ നമ്പർ ഓഫ് വെർട്ടിക്സസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഒന്നുമില്ല, സ്മോൾ V ഓഫ് G എന്ന് പറയുന്നതാണ് ഒരു ഗ്രാഫിലെ നമ്പർ ഓഫ് വെർട്ടിസസിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എപ്സിലോൺ G എന്നുള്ളതാണ് നമ്പർ ഓഫ് എഡ്ജസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് നമ്പർ ഓഫ് എഡ്ജസിനെ ഒരു ഗ്രാഫിലെ നമ്പർ ഓഫ് എഡ്ജസിനെ ഡിനോട്ട് ചെയ്യുന്നത് എപ്സിലോൺ G എന്നാണ്. അതേപോലെ തന്നെ വെർട്ടിസസിൻ്റെ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, സ്മോൾ V ഓഫ് G ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ പറയാനുള്ളത് നമ്മൾ നോർമലി V ഓഫ് G അതേപോലെ എപ്സിലോൺ Gക്ക് പകരം സിമ്പിളായിട്ട്
വി എന്നും അതേപോലെ തന്നെ എപ്സിലോൺ മാത്രമായിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. സോ ഇനി സ്മോൾ ലെറ്റർ വി എന്നതും അതേപോലെ തന്നെ എപ്സിലോണൊക്കെ കണ്ടാൽ സ്മോൾ ലെറ്റർ വി എന്നത് നമ്പർ ഓഫ് വെർട്ടിസസിനെയും എപ്സിലോൺ എന്നുള്ളത് നമ്പർ ഓഫ് എഡ്ജസിനെയാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പം ഈ ഗ്രാഫിൽ എന്താണ് വി സ്മോൾ ലെറ്റർ വി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെർട്ടിസസിൻ്റെ എണ്ണം. ഇവിടെ എത്ര വെർട്ടിസസ് ഉണ്ട്? V1 V2 V3. അതായത് സ്മോൾ ലെറ്റർ വി എന്ന് പറയുന്നത് 3യും ഇവിടുത്തെ എപ്സിലോൺ എന്ന് പറയുന്നത് എത്ര എഡ്ജസ് ഉണ്ട്? E1 E2 2 എഡ്ജസ് ആണുള്ളത്. സോ എപ്സിലോൺ ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. പിന്നെ ഇവിടെ പറയാനുള്ളത് വെർട്ടിക്സസിൻ്റെ നമ്പർ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിരിക്കും, അതായത് 0 വരില്ല. അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഉണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞു ട്രിവിയൽ ഗ്രാഫിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു. അതേപോലെ എഡ്ജസ് 0 ആയാം. ട്രിവിയൽ ഗ്രാഫിൻ്റെ കേസിൽ എഡ്ജസ് എന്താണ്? എപ്സിലോൺ എന്താണ്? 0 ആണ്. കാരണം എവിടെ എഡ്ജസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം എപ്സിലോൺ നെഗറ്റീവ് ആവില്ല കേട്ടോ, കാരണം നമ്പേഴ്സ് അല്ലേ, എണ്ണങ്ങൾ ഒരിക്കലും എന്താണ് നെഗറ്റീവ് ആവില്ല. സോ എപ്സിലോണും അതേപോലെ വെർട്ടിക്സും നെഗറ്റീവ് ആവില്ല, രണ്ടും പോസിറ്റീവ് തന്നെ ആയിരിക്കും. പിന്നെ അറിയാനുള്ളത് എപ്സിലോൺ 0യും ആവും. ഓക്കെ, അപ്പം പറഞ്ഞത് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പം ഇനി നമ്മൾ പോകാൻ പോകുന്നത് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്കാണ്. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഐസോമോർഫിസം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. എന്താണ് ഐസോമോർഫിസം എന്ന് നോക്കാം. ടു ഗ്രാഫ് G and H are said to be isomorphic if there are bijections theta such that from V of G to V of H and phi from E of G to E of H such that psi G of E is equal to UV if and only if psi H of phi of E is equal to theta U theta V. Such a pair theta phi of mapping is called an isomorphism between G and H. അതായത് ഡെഫിനിഷൻ കണ്ട് പേടിക്കണ്ട കേട്ടോ. നമ്മുടെ കയ്യിൽ 2 ഗ്രൂപ്പ്സ് ഉണ്ട്, ജിയും എച്ചും. ഗ്രൂപ്പ്സ് അല്ല, സോറി, ഗ്രാഫ്സ്. 2 ഗ്രാഫ്സ് ഉണ്ട്, ജിയും എച്ചും. ഗ്രാഫ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് രണ്ടും ഐസോമോർഫിക് ആണെന്ന് എപ്പോഴാണ് പറയാമെന്ന് വെച്ചാൽ കണ്ടീഷൻ ഇതാണ്: അവിടെ 2 ബൈജക്റ്റീവ് ഫങ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ജിയുടെ വെർട്ടെക്സ് സെറ്റിൽ നിന്നും എച്ചിൻ്റെ വെർട്ടെക്സ് സെറ്റിലേക്കുള്ള ഒരു തീറ്റ എന്നുള്ള ഒരു ബൈജക്റ്റീവ് ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് തീറ്റ ഫ്രം വി ഓഫ് ജി ടു വി ഓഫ് എച്ച്. അതുപോലെ തന്നെ ജിയുടെ എഡ്ജ് സെറ്റിൽ നിന്നും എച്ചിൻ്റെ എഡ്ജ് സെറ്റിലേക്ക് ഫൈ എന്നുള്ള ഒരു ബൈജക്റ്റീവ് ഫങ്ഷനും എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം വി ഓഫ് ജിയിൽ നിന്ന് വി ഓഫ് എച്ചിലേക്ക് തീറ്റ എന്ന ഒരു ബൈജക്റ്റീവ് ഫങ്ഷനും ഇ ഓഫ് ജിയിൽ നിന്ന് ഇ ഓഫ് എച്ചിലേക്ക് ഫൈ എന്നുള്ള ഒരു ബൈജക്റ്റീവ് ഫങ്ഷനും എക്സിസ്റ്റ് ചെയ്യണം. ഇതാണ് ജിയും എച്ചും ഐസോമോർഫിക് ആവാനുള്ള കണ്ടീഷൻ. ഓക്കെ, സച്ച് ദാറ്റ് ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ബൈജക്റ്റീവ് ഫങ്ഷൻസ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. കണ്ടീഷൻ ഇതാണ്: സൈ ജി ഓഫ് ഇ എന്നത് യു വി ആണെങ്കിൽ സൈ എച്ച് ഓഫ് ഫൈ ഓഫ് ഇ എന്നത് തീറ്റ ഓഫ് യു ഇൻറ്റു തീറ്റ ഓഫ് വി ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ തിരിച്ചും സൈ എച്ച് ഓഫ് ഫൈ ഓഫ് ഇ എന്നത് തീറ്റ യു തീറ്റ വി ആണെങ്കിൽ സൈ ജി ഓഫ് ഇ എന്തായിരിക്കണം? യു വി ആയിരിക്കണം. ഓക്കെ, ഇതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇത്തരം 2 ബൈജക്റ്റീവ് ഫങ്ഷൻസ്, അതായത് തീറ്റയും ഫൈയും എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് ജിയും എച്ചും ഐസോമോർഫിക് ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ഐസോമോർഫിക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഇതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ജി ഈസ് ഐസോമോർഫിക് ടു എച്ച്. ഇങ്ങനെയാണ് ഇത് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം എന്താണ് ജിയും എച്ചും തമ്മിൽ ഐസോമോർഫിക് ആണെന്ന് പറയാനുള്ള കണ്ടീഷൻ ക്ലിയർ ആയല്ലോ. ഇനി പെയർ തീറ്റ അതേപോലെ തന്നെ ഫൈ, ഓർഡേർഡ് പെയർ തീറ്റ ആൻഡ് ഫൈ ഓഫ് മാപ്പിക്സിനെ നമ്മൾ ജിക്കും എച്ചിനും ഇടയിലുള്ള ഐസോമോർഫിസം എന്ന് പറയും. അതായത് തീറ്റയും ഫൈയും ഈ 2 ഫങ്ഷൻസും
ഫങ്ഷൻസിൻ്റെ പെയറിനെ ഐസോമോർഫിസം ബിറ്റ്വീൻ ജി ആൻഡ് എച്ച് എന്ന് പറയും. ദാറ്റ് ഈസ് ജിക്കും എച്ചിനും ഇടയിലുള്ള ഐസോമോർഫിസം എന്ന് പറയും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പല പ്രൂഫ്സിലും ഇത് നമുക്ക് ആവശ്യം വരുന്നുണ്ട്. സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ക്ലിയർ ആവാനാണ് സാധ്യത, കാരണം നമ്മൾ അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്